നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് നിൽക്കുന്നത് കാസർഗോഡുള്ള അനന്തപുരം ക്ഷേത്രത്തിലാണ് കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് അത്യാവശ്യം ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പൂജ ചെയ്യുന്ന പുരോഹിതന്മാർ, ശാന്തി ചെയ്യുന്നവർ എൻ്റെ ബന്ധുക്കളാണ്. അവരെനിക്ക് കാണാൻ പറ്റി. ഇവിടുത്തെ പ്രത്യേകതയെ പറ്റിയിട്ടും പൂജാ സമ്പ്രദായങ്ങളെ പറ്റിയിട്ടൊക്കെ ഇവിടുത്തെ മേൽശാന്തി നമ്മളോട് വിവരിക്കുന്നുണ്ട്. നമസ്തേ പ്രിയമുള്ളവർ, രതീഷ് ജാലമനയാണ് കേട്ടോ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അനന്തപുരം ക്ഷേത്രത്തിലാണ്, കാസർഗോഡ്. അപ്പോൾ നമുക്ക് ഭാഗ്യം കൊണ്ട് ഇവിടുത്തെ മേൽശാന്തി PS സുബ്രഹ്മണ്യ ഭട്ട്, അദ്ദേഹത്തിൻ്റെ ജോലി തിരക്കിൻ്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കും. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ഈ ക്ഷേത്രത്തെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്തേ. നമസ്തേ. നമുക്ക് ഈ ക്ഷേത്രത്തെ പറ്റിയിട്ട് ഒരു 2 വാക്ക് സംസാരിക്കാമോ? എന്തൊക്കെയാണെന്നുള്ളത്. ഓം നമോ നാരായണായ. അനന്തപുര ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം അതിപുരാതനമായ ക്ഷേത്രം. തിരുവനന്തപുര അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം. ഇവിടെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ശ്രീദേവി ഭൂദേവി സഹിതനായ അനന്തപത്മനാഭസ്വാമി പ്രതിഷ്ഠാപനം ചെയ്തിട്ടുണ്ട്. ഗരുഡ, ഹനുമാൻ, നാഗകന്യകമാർ. ഈ വിഗ്രഹത്തിൻ്റെ വൈശിഷ്ട്യം പറഞ്ഞാൽ എല്ലാ കടുശർക്കര പാകത്തിൽ ചെയ്തതാണ്. 64 മർന്നും കൊണ്ട്, പച്ച മർന്നും കൊണ്ട് ലേപനം ചെയ്ത വിഗ്രഹം. 108 വസ്തുക്കളെന്ന് പ്രതിഷ്ഠ ചെയ്ത വിഗ്രഹം. 5:30 രാവിലെ ഇവിടെ നട തുറക്കും. 6:15 ഉഷഫ് പൂജ. 7:30 രാവിലത്തിൻ്റെ പൂജ. പിന്നെ 12:30 ഉച്ചപൂജ. 1 മണിക്ക് നട അടയ്ക്കും. വൈകുന്നേരം 5:30 നട തുറന്നാൽ 7:30 അത്താഴ പൂജ. 8 മണിക്ക് നട ക്ലോസ് ആവും. പർവ്വകാലത്തിൽ ഇവിടെ ഉത്സവം കുംഭമാസം 14, പിന്നെ പുത്തരി തുലാമാസം 1 ഇവിടെ പുത്തരി. അനന്തപുരം നവാന്നും പറയുന്ന അതിപുരാതനത്തിൽ തന്നെ അത് വരി വിശേഷമായ ഒരിത്. അത് ഇവിടത്തിൻ്റെ വിശേഷമായ ദിവസങ്ങൾ. അല്ലാതെ പർവ്വകാലത്തിലല്ലേ ഇവിടെ വിശേഷ പൂജകളില്ല ഇവിടെ ചെയ്യാറുണ്ട്. ഇവിടത്തിൻ്റെ കുറേ ആൾക്കാർ, രാജ്യത്തിൻ്റെ വേറെ വേറെ ഇവിടെ ആൾക്കാർ വന്നിട്ട് ഭഗവാന് ഇവിടെ വന്ന ആൾക്കാരെല്ലാം അവരെ അഭീഷ്ടങ്ങളെല്ലാം നിറവേറ്റി തന്നിട്ടുണ്ട്. പുരാതനമായ ക്ഷേത്രം. എല്ലാവർക്കും അനന്തപത്മനാഭസ്വാമി ബബിയെ പറ്റിയിട്ടുണ്ട്. ബബിയ ഇവിടെ അല്ലാതെ ബബിയം പറയുന്ന ഒരു മുതല, അത് ഭഗവാന്റെ ഒരു വിശേഷമായ ഒരു ശക്തി കൊണ്ട് ഈ അമ്പലത്തിൽ ഇവിടെ ബബിയ പറയുന്ന ഒരു മുതല. ആദ്യം കൊണ്ട് ഈ ക്ഷേത്രത്തിൽ ബബിയന് മുതല ഇതായാലും പിന്നെയും ഒരു മുതല വരും. ഒരു സംശയം, ഇതിന് മുമ്പ് ഒരു മുതല ഉണ്ടായിരുന്നു. അപ്പൊ അത് അതിന്റെ കാലശേഷം ഇതിപ്പോ ഇവിടെ കൊടന്നിട്ട് തന്നെ വന്നതാണോ? അല്ല, ഇത് പ്രത്യക്ഷമായിട്ട് സ്വയമായിട്ട് വന്നതാ. സാധാരണ നേരത്തെ പറഞ്ഞ മാതിരി ഇതിപ്പോ ഞങ്ങളെ അറിവിന് വന്നത് ഇത് മൂന്നാമത്തെ മുതലയാ. ഒരു മുതല ബ്രിട്ടീഷ് കാലത്തിലുണ്ടായി. അത് അതിന്റെ ഇതായ പിന്നെ ഇപ്പൊ അടുത്ത് ഇതായ മുതല വന്നു. ഇപ്പൊ അത് ഭഗവാന്റെ അടുത്ത് ഇതായ പിന്നെ ഇപ്പൊ പുതിയ സ്വയമായിട്ട് ഈ കുളത്തിൽ ഒരു മുതല ഭഗവാന്റെ അടുത്ത് ഒന്നിലധികം ഇല്ല. വേറൊന്നിനും ഒന്നുമില്ല. ഭഗവാന്റെ ഒരു വിശേഷമായ ഒരു ശക്തിയുള്ള ദൈവീയംശമുള്ള ഒരു മുതലാണ്. ചിലപ്പോ വരുന്ന സമയത്ത് രാവിലെ നടറക്കം വരുമ്പോഴൊക്കെ മുമ്പിൽ നടയില് കടന്നുകൊണ്ടുണ്ടാവും. ഇത് വേറെ വേറെ ഇതില് സ്ഥലത്തില് കടന്നുകൊണ്ടുണ്ടാവും. അവനക്ക് എവിടെ വേണമെങ്കിൽ സ്വാതന്ത്ര്യമുണ്ട്. സർവാന്തര്യാമില്ലയോ. അതുകൊണ്ട് വലിയ നന്ദി കേട്ടോ. ഞാൻ വന്ന സമയത്ത് ഇവിടെ ഒരു പുരോഹിതൻ ഇരുന്നിട്ട് വേദങ്ങളൊക്കെ പാരായണം ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതൊക്കെ ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് കേട്ടോ. പിന്നെ അത് മാത്രമാണോ പ്രത്യേകത? അതിനേക്കാൾ കൂടുതൽ ഈ ക്ഷേത്രത്തില് പ്രത്യക്ഷമായിട്ട് ഒരു മുതല ഉണ്ട് എന്നുള്ളതാണ്. ബബിയ എന്നാണ് ഇവിടെയുള്ള ആളുകൾ ഈ മുതലയെ വിളിക്കുന്നത്. ഇതിനു മുൻപ് ഇവിടെ ഒരു മുതല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ സമയത്ത് ഞാൻ വന്ന് കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ കാലശേഷം ഇപ്പോ പുതിയൊരു മുതല വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതും. ഒന്നിലധികം മുതലകളെ നമുക്ക് കാണാൻ കിട്ടില്ല. ഈ മുതല വേറെ ഒരാളെയും അല്ലെങ്കിൽ വേറൊരു ജീവജാലങ്ങളെയും ദ്രോഹിച്ചതായിട്ട് ഇവിടെയുള്ള ആളുകൾക്ക് അറിയില്ല. ഇവിടെ ഇതിനോടനുബന്ധിച്ചൊരു ഗുഹയൊക്കെ കാണാൻ പറ്റി. ഇവിടെ വന്നിട്ട് ഭഗവാനെ ഒന്ന് ദർശിച്ച് ഇവിടെ ഉപദേവതാ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ദിവസവും അന്നദാനം ഉണ്ട്. നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. ഈ ക്ഷേത്രത്തിന്റെ ഓരോ നിർമ്മിതിയും എന്ന് പറയുന്നതും അത്ഭുതമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ തടാകത്തിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രം, എല്ലാ ഭാഗത്തും ധാരാളം വെളിച്ചവും വായുവും കിട്ടുന്ന ഒരു സ്ഥലം, അതിന്റെ ഒരു പോസിറ്റിവിറ്റി, അതിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. കാസർഗോഡ് അനന്തപുരം ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. ഇന്ത്യയിലെ പല സെലിബ്രിറ്റികളും ഇവിടെ വരാറുന്നതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയാറുണ്ട്. കാസർഗോഡ് നിന്ന് അല്ലെങ്കിൽ കുംബ്ലയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുംബ്ലയിൽ നിന്ന് വളരെ അടുത്താണ്. എനിക്ക് തോന്നുന്നു ഒരു 6 മുതൽ 8 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഈ ക്ഷേത്രത്തിലേക്കുള്ളൂ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് ദർശനം നടത്തിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു മറക്കാത്ത അനുഭവമായിരിക്കും കേട്ടോ.